എന്നെ മേരി എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അയ്യോ, പൂമുഖ വാതിൽക്കൽ ചൂലുമായി നിൽക്കുന്ന മൂതയാണ് എന്റെ ഭാര്യ എന്നായിരുന്നു ഇവന്മാർ എഴുതേണ്ടത്. അതിന് വേറെ ഓരോന്ന് എഴുതി വെച്ചോളൂ. എന്തെങ്കിലും ആട്ടെ, ഇന്നത്തെ പത്രത്തിൽ എന്തുകൊണ്ട് വിശേഷമെന്ന് നോക്കട്ടെ. കോട്ടയത്ത് പശുവെ കിളി പിടിച്ചു. എങ്ങനെ പശു കിളി പിടിക്കാതിരിക്കും? പശുവിന് തീറ്റിയില്ലല്ലോ. കേരളത്തിൽ ഇപ്പം മൊത്തം പച്ചപ്പില്ലല്ലോ, എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ലേ. തമിഴ്നാട്ടിൽ നിന്നും വരണം പശുവിനുള്ള പുല്ലും തീറ്റയും. ഞാൻ അതില്ലയോ കേരളത്തിൽ ഒരു വീട് പണിയിച്ചെങ്കിലും താമസിക്കാൻ പോകാനില്ല. തമിഴന്റെ ലോറി വന്നില്ലെങ്കിൽ കേരളത്തിൽ റബ്ബർ പാല് പിടിച്ചു കഴിയേണ്ട കാലമാണ്. കേട്ടോടി, കോട്ടയത്ത് ഒരു പശുവിനെ കിളി പിടിച്ചെന്ന് പത്രത്തിൽ. ഇനി വന്നേ നോക്കിയേ. എന്റെ മനുഷ്യ, ഇത് കോട്ടയത്ത് പശു വെകിളി പിടിച്ചു എന്നാ. കർത്താവേ, നിങ്ങൾക്കുണ്ടായിരുന്ന മലയാളവും മറന്നുപോയി, ഇംഗ്ലീഷ് ഒട്ട് അറിയേമില്ല. അന്നേ എന്റെ വീട്ടുകാർ പറഞ്ഞതാ ഇത് ശരിയാകത്തില്ല. അയ്യോ, ഇതുപോലൊരു ചക്കട വണ്ടി എന്റെ തലയിൽ. എന്താ 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 പറഞ്ഞത്? അല്ല, നമ്മുടെ അച്ഛന് മേടിച്ച പോലെ ഒരു വണ്ടി മേടിച്ചാലോ എന്ന്. വേണ്ടെങ്കിൽ വേണ്ട. ഗ്യാസിനൊക്കെ എന്താ വില? പോരാത്തതിന് സ്റ്റോക്കും താഴ്ന്നു കിടക്കുക. ആഹാ, പള്ളിയിലൊന്നും വരാതെ ഭാര്യയും ഭർത്താവും കൂടി സ്റ്റോക്കിന്റെ കാര്യം ചർച്ച ചെയ്യുവാണോ? ഓ, എന്തു പറയാനാ ശോശാമേ, ഞങ്ങളുടെ കാശ് ഇട്ടിരുന്നതേ ആ ലീമൻ പ്രദേശത്തിലായിരുന്നു. എന്റെ ബുദ്ധി കാരണം സ്റ്റോക്ക് തകരുന്നതിന് മുമ്പ് അത് വാമൂവിൽ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടെന്നാ ചേച്ചി? അതിപ്പോൾ വാമൂ എന്നായി, അത് പൊട്ടിപ്പോയി ചേച്ചി. എന്റെ കർത്താവേ, പള്ളി പണിക്ക് വച്ചിരുന്ന കാശും ആ കുടിശ്ശികയും അതിലല്ലേ ഇട്ടിരുന്നത്. ഇനി ഞാൻ ആ സുജനോട് എന്തോ പറയും? അച്ഛനെ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു പോയപ്പോഴാ അറിയുന്നത്. അച്ചായ വിളിച്ചു കൂവിയെന്നല്ല, വിളിച്ചു ചൊല്ലിയെന്നാ. അതെയോ? എന്തെങ്കിലും ആകട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ അച്ചായ? സുഖമാണോ? അച്ചായനെ ക്ഷീണിച്ചു പോയല്ലയോ? എന്താ ചേച്ചി, അച്ചായൊന്നും കഴിക്കുന്നില്ലയോ? ഓ, അച്ഛൻ ഒരു അസുഖമില്ലല്ലോ. നല്ലപോലെ ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും, ഇല്ലേ അച്ചായ? അത് കഴിച്ചാൽ ഉടനെ ഇറങ്ങും പച്ചക്കറിത്തോട്ടത്തിൽ. ഈ പ്രാവശ്യം അച്ഛന്റെ തോട്ടത്തിലെ പാവയ്ക്കായും പടവലങ്ങായും ഒന്ന് കാണേണ്ടതായിരുന്നു ശോശാമേ. എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച പള്ളിയിലെ ലേലത്തിനുണ്ടായിരുന്ന പാവയ്ക്ക മുഴുവൻ ചേച്ചി മേടിച്ചോണ്ട് പോയത്? ഓ, അത് അച്ഛന് പാവയ്ക്ക വലിയ ഇഷ്ടമാണ്. പാവയ്ക്ക ജ്യൂസ് ഷുഗർ വരാതിരിക്കാൻ ബെസ്റ്റ് ആണെന്നേ. ഇത് കഴിക്കുന്നത് കൊണ്ടല്ലേ അച്ഛന്റെ ആരോഗ്യ രഹസ്യം. ഓ, എന്നാലും ആ പാവയ്ക്ക നീരേ നോക്കാൻ കൂടി മേല. ഓ, അത് ആദ്യം ഇച്ചിരി കഴിക്കും, പിന്നെ അതൊരു ശീലമാകും. എനിക്ക് ഇവിടെ ശീലമായില്ലേ?